ബഹുമാനപ്പെട്ട മന്ത്രി, നിങ്ങളുടെ MLA കൂടിയായ ശ്രീ OJ ജനീഷ്, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വേദിക്ക് വശങ്ങളിലും ഒക്കെയായി കൂടി നിൽക്കുന്ന സഹപ്രവർത്തകരെ, എല്ലാവർക്കും എന്റെ വിനയം നിറഞ്ഞ നമസ്കാരം. വരാൻ പോകുന്ന ഒരു ഓണത്തിന്റെയും കഴിഞ്ഞുപോയ ഒരു സ്വാതന്ത്ര്യദിനത്തിന്റെയും ആശംസകൾ നിങ്ങളെ അറിയിക്കുന്നു. ഈ അവസരത്തിൽ നമുക്ക് ഇത്തിരി മഴ കേരളം മുഴുവനുണ്ട്. അതൊന്നും നമ്മുടെ ഓണത്തെ ബാധിക്കരുത്. നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കാനുള്ളതാണ്. അതിന്റെ ഒരു ആവേശം നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. ഇനിയുടെ പരിപാടികൾ, ആ ആവേശം ഉണ്ടാക്കുന്ന പരിപാടികൾ വരും. ഇപ്പോ മനോരമയുടെ ഇയർബുക്കിൽ ബേസിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞാനും കൂടി ഒരു സംവാദം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തുടങ്ങിയപ്പോൾ അവതാരകൻ പറഞ്ഞു, ബേസിലൊരു പൂർണ്ണസമയ ചലച്ചിത്ര പ്രവർത്തകനും മുഖ്യമന്ത്രി ഒരു പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകനുമാണ്. ഈ രണ്ട് വെള്ളത്തിലും ഉണ്ടായിരുന്ന ആള് പിഷാരടിയാണ്, സിനിമയിലും ഉണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു. ഞാനിപ്പോ ആലോചിച്ചു, ഞാൻ കഴിഞ്ഞ കുറെ നാളുകൾ മുമ്പ് വരെ സാംസ്കാരിക സമ്മേളനങ്ങളിലല്ലായിരുന്നു, അത് കഴിഞ്ഞുള്ള കലാപരിപാടിയായിരുന്നു എന്റെ ഒരു ഉപജീവന മാർഗവും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ സാംസ്കാരിക സമ്മേളനത്തിലോട്ട് മാറി. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴും ശരിക്കും ഞാൻ നടുക്കായി. സാംസ്കാരിക സമ്മേളനത്തിലും ഇല്ല, കലാപരിപാടിയിലും ഇല്ല. അതും കഴിഞ്ഞു, ഇതൊട്ടും തുടങ്ങിയില്ല. ഇതിന്റെ ഇടയിലോട്ട് ഞാൻ കൃത്യമായിട്ട് വരികയും ചെയ്തു. അങ്ങനെ ഒരു അവസ്ഥയിലോട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രണ്ടായാലും നമ്മളിങ്ങനെ ഇത്രയും പേര് ഒത്തുചേർന്നിരിക്കുക, സന്തോഷിക്കുക, ഒത്തുചേരാൻ അവസരമുണ്ടാകുക, അതിൽ നല്ല പാട്ടും പരിപാടിയൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. അതിന് നിങ്ങളുടെ MLA ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. അതിന്റെ പല കാര്യങ്ങളിലും അദ്ദേഹം വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതിന്റെ ടെൻഷനുകൾ ഒരു MLAക്കൊപ്പം നിങ്ങൾ ശരിക്കും കുറച്ചുകൂടെ കൈയടി അദ്ദേഹത്തിന് കൊടുക്കണം. ഓണമായിട്ട് സപ്ലൈകോ ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ കൈയടിക്ക് ഇത്തവണയും വില കൂട്ടിയിട്ടില്ല. അത് സൗജന്യമാണ്, അത് ഉപയോഗിക്കുന്നതിൽ യാതൊരു നഷ്ടവുമില്ല. മന്ത്രിമാരാകുമ്പോൾ പൊതുവെ മണ്ഡലത്തിൽ വരിക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ്. എല്ലായിടത്തും എത്തണം. ഞാനിപ്പം ഓടി നടക്കുന്നതിന്റെ ഒരു അളവ് നോക്കുമ്പോൾ തന്നെ എനിക്ക് നമ്മൾ പാലക്കാട് പോകുന്നു, പത്തനംതിട്ട പോകുന്നു, തിരുവല്ല പോകുന്നു, ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വിളിക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റോഡൊക്കെ വലിയ ബിസിയാണ്. അതിലൂടെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പൊ ചില വിളികൾ, അതിന് ഞാൻ സ്നേഹാധിപത്യം എന്നുള്ള വാക്കാണ് എനിക്കിഷ്ടം. നമ്മളെല്ലാവരും ഒക്കെ വിളിക്കുന്നുണ്ടെങ്കിലും വളരെ വിരലിൽ എണ്ണാവുന്ന പരിപാടികൾക്കാണ് മണ്ഡലത്തിന്റെ പുറത്ത് പോകുന്നത്. കാരണം അങ്ങനെ പോകാൻ നിന്നാ അല്ലെങ്കിൽ ഞാൻ മണ്ഡലത്തിനുണ്ടാവൂല. അത്രയും പരിപാടികൾ വിളിക്കുന്നുണ്ട്. ഓണത്തിന്റെ ഓഫർ കിട്ടിയ പോലെ ഞാൻ ഈ നെയ്യപ്പം നിന്ന രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് രണ്ടും കൂടിയ ആളാണല്ലോ. ചിലർക്ക് സിനിമക്കാരന് വേണം, ചിലർക്ക് രാഷ്ട്രീയക്കാരന് വേണം, രണ്ടും കൂടിയത് വേണം, രണ്ടിനും എന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ പോണ്ടി വരും. പക്ഷെ ജനീഷ്, എനിക്ക് തോന്നുന്നു തൃശ്ശൂര് നടന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയുടെ വേദിക്ക് വെച്ചാണ് ജനീഷിനെ ആദ്യം കാണുന്നതും പരിചയപ്പെടുന്നത്. അവിടുന്ന് ഘട്ടം ഘട്ടമായി ജനീഷ് എന്ന ഒരു പൊതുപ്രവർത്തകന്റെ യാത്ര ഞാൻ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി കണ്ട ഒരാളാണ്. അത്